സന്തുഷ്ടമായ കുടുംബജീവിതം. കൂട്ടത്തിൽ പറയട്ടെ, വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ യേശുവുമായിട്ടുള്ള വിവാഹമാണ്. സന്തുഷ്ടമായ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവനിൽ നിന്നോ അവളിൽ നിന്നോ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നതല്ല. ചില പുരുഷന്മാർ വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നത് ലൈംഗികതയ്ക്ക് വേണ്ടി ആണ്. ചില സ്ത്രീകൾ വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നത് പണത്തിന് വേണ്ടിയും സുരക്ഷയ്ക്ക് വേണ്ടിയുമാണ്. നിങ്ങൾ ലൈംഗികതയ്ക്ക് വേണ്ടിയാണ് ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നത്, നിങ്ങൾക്ക് സന്തോഷപ്രദമായ ഒരു ജീവിതം ഉണ്ടാകില്ല. പണത്തിന് വേണ്ടിയാണ് നിങ്ങൾ വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നതെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ വിവാഹ ജീവിതം സന്തോഷപ്രദമാകില്ല. ഇപ്പം തന്നെ ഞാനത് പറയാം. യേശുക്രിസ്തുവുമായിട്ട് നീ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഇതുപോലാണെങ്കിൽ അതും ഇതുപോലൊരു വിവാഹമാണ്. ഇതുപോലെ വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്ന അവരുടെ ജീവിതകാലം മുഴുവനും അവർക്ക് പ്രശ്നത്തിലായിരിക്കും. കാരണം അതിൻ്റെ തുടക്കം തെറ്റാണ്. അതവർ തുടങ്ങിയത് തമ്മിൽ സ്നേഹിക്കുന്നതുകൊണ്ടല്ല. കാരണം അത് മറ്റെന്തോ കാര്യത്തിന് വേണ്ടിയാണ്. ഇവനൊരു ധനികനാണ്, ഇവനെ വിവാഹം കഴിച്ചാൽ എനിക്ക് ജീവിതം ആസ്വദിക്കാം. ഇവളൊരു സുന്ദരിയാണ്, എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് ഈ സുന്ദരമായ മുഖം കാണാം. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് സന്തോഷപ്രദമായൊരു കുടുംബജീവിതം ഉണ്ടാകില്ല. ഞാൻ അതിനല്ല എൻ്റെ ജീവിതം യേശുവിന് കൊടുത്തത്. അനേകർ യേശുവിനെ അനുഗമിക്കുന്ന എനിക്ക് അവൻ സൗഖ്യം തരും, എനിക്ക് അവൻ പണം തരും, അതുപോലെ യേശു എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അത് ആത്മീയമാണെന്ന് തോന്നുന്നു, എന്നാലല്ല. യേശുവിന് എനിക്ക് പല കാര്യം തരാൻ കഴിയും. ഞാൻ ദൈവത്തോട് വളരെ നന്ദിയുള്ളവനാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഞാൻ എൻ്റെ ജീവിതം കർത്താവിന് കൊടുത്തത്. ഞാൻ യേശുവിനെ സ്നേഹിക്കാൻ തുടങ്ങിയതുകൊണ്ടാണത്. എനിക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും നല്ല പദം അതാണ്. എൻ്റെ ഭാര്യയെ ഞാൻ സ്നേഹിച്ചുകൊണ്ടാണ് അവളെ വിവാഹം കഴിച്ച പോലെ. അവളൊരു ഡോക്ടർ ആയതുകൊണ്ടല്ല ഞാൻ അവളെ വിവാഹം കഴിച്ചത്. ഒരു പൈസ പോലും ഡോക്ടറായിരുന്നു അവൾ സമ്പാദിച്ചില്ല. അതിലായിരുന്നില്ല എനിക്ക് താല്പര്യം. അതുപോലെ മറ്റു പല കാര്യങ്ങളും. അതുപോലെ അവളും എന്നെ വിവാഹം കഴിച്ചത് മറ്റൊന്നിനുമായിരുന്നില്ല. ഞാൻ അവളെ സ്നേഹിക്കുന്നതുകൊണ്ട് എനിക്ക് അവളെ ഇഷ്ടമാണ്. ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നതുകൊണ്ട് ഞാൻ അവനിൽ സന്തുഷ്ടനാണ്. അവൻ എന്നെ നരകത്തിലേക്ക് വിട്ടാലും കുഴപ്പമില്ല. ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ അവിടെയാണെങ്കിൽ എനിക്ക് അവിടെ പോയാൽ മതി. മറ്റൊന്നുമല്ല എനിക്ക് വേണ്ടി, എനിക്ക് നിന്നെയാണ് വേണ്ടിയത്. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. ഞാൻ ആളുകളോട് പറയാനുള്ള മറ്റൊരു കാര്യമാണ്, യേശുവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധത്തെ ഒരു വിവാഹവുമായിട്ട് തട്ടിച്ചു നോക്കുക. നിങ്ങൾ വിവാഹം കഴിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാനാണോ? നിൻ്റെ ഹൃദയത്തിലുള്ള ചില മോഹങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണോ? എങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതം സന്തോഷമുള്ളതായിരിക്കില്ല. വിവാഹം കഴിക്കുന്നത് രണ്ടാമത്തെ കാര്യമാണ്. ഞാൻ നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഈ കാര്യം എനിക്ക് കിട്ടണം, ആ കാര്യത്തിൽ ഞാൻ നിർബന്ധമുള്ളവനാണ്. ഒരലക്കുകാരെ കിട്ടാനോ ഭക്ഷണം പാകം ചെയ്യുന്ന ഒരാളെ കിട്ടാൻ വേണ്ടിയാണ് ചിലർ വിവാഹം കഴിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. എങ്കിൽ നിങ്ങളെന്നും നിരാശനായിരിക്കും. നിർബന്ധങ്ങളില്ലാതിരിക്കുകയാണ് ജയകരമായ കുടുംബജീവിതത്തിൻ്റെ രഹസ്യം. ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക. യേശുക്രിസ്തു അങ്ങനെയായിരുന്നു. ഞാൻ പറഞ്ഞു, കർത്താവേ, നീ എന്നെ വളരെയധികം സ്നേഹിച്ചു. നീ ഭൂമിയിലേക്ക് വന്നു. എന്നെ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ നീ നിൻ്റെ ജീവിതം എനിക്ക് തന്നു. തിരിച്ച് നിന്നെ സ്നേഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതാണ്, നീ നിൻ്റെ ജീവിതം പൂർണ്ണമായിട്ടും എനിക്ക് തന്നു. ഞാൻ എന്നെ തന്നെ പൂർണ്ണമായിട്ട് നിനക്ക് തരുന്നു. സ്വർഗവും അവിടുത്തെയുള്ള കാര്യങ്ങളെപ്പറ്റി ഒന്നുമല്ല ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. അങ്ങ് എന്നോട് കാണിച്ച സ്നേഹത്തിന് ഞാൻ എന്നെ തന്നെ അങ്ങേക്കായിട്ട് തരുന്നു. ഈ അടിസ്ഥാനത്തിലാണ് എൻ്റെ ക്രിസ്ത്യ ജീവിതം തുടങ്ങിയത്. ഇന്നും എൻ്റെ ക്രിസ്ത്യ ജീവിതം മുന്നോട്ട് പോകുന്ന എൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ സത്യസന്ധമായിട്ട് നിങ്ങളോട് പറയട്ടെ, സ്വർഗത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറില്ല. എൻ്റെ ചിന്ത യേശുവാണ്. ഞാൻ സ്വർഗത്തിൽ പോകുന്നതല്ല ചിന്തിക്കുന്നത്, ഞാൻ യേശുവിൻ്റെ അടുക്ക് പോകുന്നതാണ് ചിന്തിക്കുന്നത്. അത്രയേ ഉള്ളൂ. ഞാൻ എവിടെ പോകുന്നല്ല ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ നോക്കുന്നത് സ്വർണ്ണത്തെരുവീതിയോ മുത്തിനാൽ നിർമ്മിച്ച ഗോപുരമോ സിംഹാസനങ്ങളും കിരീടങ്ങളും അങ്ങനെയൊന്നും. ദൈവമുമ്പാകെ ഞാൻ പറയട്ടെ, എനിക്ക് അതിനകത്ത് ഒരു താല്പര്യമില്ല. എന്നാൽ യേശു അവനെവിടാണോ അവിടെ ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം എൻ്റെ ക്രിസ്ത്യ ജീവിതം ഞാൻ അങ്ങനെ തുടങ്ങിയതുകൊണ്ട് യേശുവുമായിട്ട് വളരെ സന്തുഷ്ടമായൊരു അനുഭവമാണ് എനിക്കുള്ളത്. ഇപ്പോൾ 55 കൊല്ലമായിട്ട് ഞാനൊരു വിശ്വാസിയാണ്. ഇപ്പോഴും എൻ്റെ കാന്തനെക്കുറിച്ച് കേൾക്കുമ്പോൾ എനിക്ക് ആവേശമാണ്. ഞാൻ അവനെ സ്നേഹിക്കുന്നു, തീവ്രമായിട്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. ഞാൻ യേശുവിനോടൊപ്പം ഉള്ള ഒരാളാണെന്ന് പറയാൻ എനിക്ക് ലജ്ജയില്ല, യേശുവിൻ്റെ കാന്തയാണെന്ന് പറയാൻ. അതെന്നെ വളരെയധികം സഹായിച്ചു. ഞാനൊരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, അതിന് മറുപടി കിട്ടിയില്ല, ഞാനത് മറന്നു കളയും. യേശു ഉണ്ടെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഉദാഹരണത്തിന്, നിങ്ങൾ സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിച്ചു, എന്നാൽ കിട്ടിയില്ല. അതുകൊണ്ടെന്താ പ്രശ്നം? നിനക്ക് യേശുവില്ലേ? ഒരിക്കലും നിരാശപ്പെടരുത്. അവൻ നിരാശനല്ല. നമ്മൾ പാടുന്ന ആ പാട്ട് ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നു. അവൻ നിരാശനല്ല എന്നുള്ള പാട്ട്. യേശുവാണ് എനിക്കെല്ലാം. തിളങ്ങുന്ന എല്ലാ ദിവാസ്വപ്നങ്ങളെക്കാളും എൻ്റെ അലങ്കാരം അവനാണ്.
ദുഃഖത്തോടെയും നിരാശയോടുമാണ് നിങ്ങളുടെ ക്രിസ്ത്യ ജീവൻ നടത്തുന്നതെങ്കിൽ നിങ്ങളോട് ചോദിക്കാനൊരു ചോദ്യം എനിക്കുണ്ട്. നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾ എന്തിനാണ് കർത്താവിന് നിങ്ങളുടെ ജീവിതം കൊടുത്തത്? നിങ്ങളെ അവന് കൊടുത്ത എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണോ? നിങ്ങൾ നിരാശപ്പെടുന്നതിൽ ഒരത്ഭുതവുമില്ല. നിങ്ങൾക്ക് ഇന്നത് മാറ്റാം. നിങ്ങൾ പറയുക, കർത്താവ് ഇന്നു മുതൽ എനിക്ക് നീ മതി. ദാനങ്ങളല്ല, ദാതാവിനെ തന്നെ. അതാണ് ആ രഹസ്യം. ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ ആരംഭത്തിലുണ്ടായിരുന്ന ആ മനോഭാവം ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് തുടർന്നുകൊണ്ടിരിക്കുമ്പം പരിശുദ്ധാത്മാവ് എനിക്ക് കൂടുതൽ ആഴത്തിലുള്ള ദൈവസ്നേഹത്തെക്കുറിച്ച് എനിക്ക് വെളിപാട് തരുന്നു. വേദപുസ്തകത്തിൻ്റെ പല പല ഭാഗങ്ങളിൽ നിന്ന്. അതിൽ പലതും നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ട്. ഇതുപോലെ ഈ പാനപാത്രം എങ്കിൽ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞ് യേശു എന്ത് കാര്യത്തോടാണ് പോരാടിയത്? ഞാൻ കർത്താവിനോട് ചോദിച്ചു, ആ പാനപാത്രം എന്തായിരുന്നു? ദൈവം അതെന്നെ കാണിച്ചു തന്നു. ഞാനൊരു ബുക്കിൽ നിന്നോ ടേപ്പിൽ നിന്നോ അത് കേട്ടിട്ടില്ല. കാൽവറിയിൽ യേശു മരിച്ചതല്ല പാനപാത്രം. 1000 പ്രാവശ്യം എനിക്ക് വേണ്ടി മരിക്കാനായിട്ട് അവൻ എന്നെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. ക്രൂശിൽ അവൻ തൂങ്ങിക്കിടന്നപ്പോൾ 3 മണിക്കൂർ പിതാവുമായിട്ടുള്ള കൂട്ടായ്മ മുറിഞ്ഞതാണ് ആ പാനപാത്രം. ശരീരത്തിലുണ്ടായ വേദന അവനെ അടിച്ചതോ അതൊന്നും ആയിരുന്നില്ല. എന്നാൽ പിതാവേ, നീ പറയുന്നത് നിത്യത മുഴുവനും എനിക്ക് നീയുമായിട്ടുണ്ടായിരുന്ന ആ മനോഹരമായ കൂട്ടായ്മ അത് മുറിയുമെന്നാണോ? എന്നാൽ ചില ദൂതന്മാർ ഇപ്രകാരം പറഞ്ഞു കാണും, 3 മണിക്കൂർ കഴിയുമ്പോൾ അത് നിനക്ക് തിരിച്ചു കിട്ടുകയല്ലേ? വേണ്ട, അതൊരു നിമിഷത്തേക്ക് പോലും മുറിയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ നിന്ന് ഞാൻ പഠിച്ചത് പിതാവിനോടുള്ള കൂട്ടായ്മയുടെ വിലയാണ്. നാം പാപം ചെയ്യുന്ന എല്ലാ സമയത്തും പിതാവിനോടുള്ള കൂട്ടായ്മ നമുക്ക് നഷ്ടമാകുന്നു. ഒരുപക്ഷെ നിങ്ങളത് മനസ്സിലാക്കുന്നില്ലായിരിക്കും, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലായിരിക്കും. കാരണം നാം അത്രമാത്രം പാപത്തിൻ്റെ ചെളിയിൽ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് പിതാവുമായിട്ടുള്ള ബന്ധം മുറിയുമ്പോൾ നാം ഒന്നും സംഭവിക്കാതെ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ യേശു അങ്ങനെ ആയിരുന്നില്ല. ആ കൂട്ടായ്മയില്ലാതെ അവന് ഒരു സെക്കൻഡ് പോലും ജീവിക്കാൻ കഴിയുമായിരുന്നില്ല. ഈ കാര്യമായിരുന്നു അവൻ ഭയപ്പെട്ടത്. എൻ്റെ പാപത്തിന് അവൻ കൊടുത്ത വില അതായിരുന്നു. നരകം ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ടൊരിടമാണ്, എന്നേക്കുമായി ദൈവ കൂട്ടായ്മയില്ലാത്തൊരിടം. യേശുവിന് അവിടെ അറിയാമായിരുന്നു ഇതാണ് താൻ കൊടുക്കാൻ പോകുന്ന വിലയെന്ന്. ഞാനതേപ്പറ്റി ഇങ്ങനെ സങ്കല്പിക്കാമെന്ന് യേശുവും പിതാവും തമ്മിൽ നടക്കുന്ന ഒരു സംഭാഷണം. പിതാവ് യേശുവിനോട് പറഞ്ഞു, ശരി, നീ കാൽവറിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ശരി, നീ ഒരിക്കലും പാപം ചെയ്യില്ല, നിനക്ക് നേരെ സ്വർഗത്തിലേക്ക് വരാം. എന്നാൽ ശാക്ക് നരകത്തിലേക്ക് പോകും. അവൻ പറഞ്ഞു, ഓ ശരി പിതാവേ, ഞാൻ ക്രൂശിലേക്ക് പോകാം. ഞാൻ നീയുമായി എനിക്കുള്ള കൂട്ടായ്മ മുറിക്കാനും തയ്യാറാണ്. അതെനിക്കെല്ലാം ആയിരിക്കുമ്പം തന്നെ ഇവനെ എനിക്ക് രക്ഷിക്കാൻ കഴിയുമെങ്കിൽ, ഇവനെ നിത്യതയിലേക്ക് എനിക്ക് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ. ഞാൻ കരയാൻ തുടങ്ങി. ഗതസമനയിൽ വെച്ച് അവൻ എന്നെ എത്രമാത്രം സ്നേഹിച്ചു എന്ന് ഞാൻ കണ്ടപ്പോൾ. അവന് ക്രൂശിലെ ആ 3 മണിക്കൂർ കൊണ്ട് അനുഭവിച്ചത് നിത്യമായിട്ടുള്ള നരകമായിരുന്നു. ഞാൻ നിത്യത മുഴുവനും അനുഭവിക്കേണ്ട നരകം. അവനൊരു അനന്ത ജീവിയായതുകൊണ്ട് 3 മണിക്കൂർ അതിൻ്റെ സത്ത അവൻ അനുഭവിക്കാൻ കഴിയുമായിരുന്നു. അതിലൂടെ യേശുവിന് എന്നോടുള്ള സ്നേഹം എനിക്ക് കാണാനായിട്ട് കഴിഞ്ഞു. എൻ്റെ സ്നേഹം ആഴമുള്ളതായി തീർന്നു. അവൻ എന്നെ മുമ്പേ സ്നേഹിച്ചുകൊണ്ടാണ് ഞാൻ അവനെ സ്നേഹിക്കുന്നത്. എനിക്ക് അവനിൽ നിന്നൊന്നും വേണ്ട. ചിന്തിച്ച് നോക്കുന്നു, ഒരാൾ നിങ്ങൾക്ക് 10 ലക്ഷം കോടി രൂപ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ പോയി അവനോട് വേറെന്തെങ്കിലും ചോദിക്കുമോ? 1 രൂപയെങ്കിലും അതിനുശേഷം ചോദിക്കാൻ നിങ്ങൾ ലജ്ജിക്കത്തില്ലേ? അവൻ നിങ്ങൾക്ക് 10 ലക്ഷം കോടി തന്നു കഴിഞ്ഞു. കാൽവറി ക്രൂശിൽ യേശു എനിക്ക് വേണ്ടി എന്താണ് സഹിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് വേറെ ഒന്നും വേണ്ട. എനിക്കിനി ഒന്നും കിട്ടിയില്ലെങ്കിലും എനിക്ക് നിരാശയില്ല. ഞാൻ അവനോട് എൻ്റെ വേദനയിൽ നിന്നുള്ള സൗഖ്യം ചോദിച്ചിട്ട് അവൻ എനിക്ക് തന്നില്ലെങ്കിൽ എനിക്കതൊരു വിഷയമല്ല. എനിക്കത് ഇല്ലെങ്കിലും കുഴപ്പമില്ല. എനിക്ക് 10 ലക്ഷം കോടി കിട്ടിക്കഴിഞ്ഞു. കാൽവറി ക്രൂശിൽ തനിക്കുള്ളതെല്ലാം അവൻ തന്നു കഴിഞ്ഞു. എനിക്കിനിയും വേറെ ഒന്നും വേണ്ട. നിങ്ങൾക്കറിയാമോ, കുറേശ്ശെയായിട്ട് യേശുവുമായിട്ടുള്ള ഈ സ്നേഹബന്ധം നിങ്ങളുടെ ഉള്ളിൽ വർദ്ധിച്ചു വരുമ്പോൾ പരിശുദ്ധാത്മാവ് യേശുവിലുള്ള ചില കാര്യങ്ങളെടുത്ത് എനിക്ക് കാണിച്ചു തരും. ഞാൻ വിശ്വസിക്കുന്നു വരും ദിവസങ്ങളിൽ കർത്താവ് എനിക്ക് കൂടുതൽ കാണിച്ചു തരും. ഞാനത് മുഴുവൻ മനസ്സിലാക്കിയിട്ടില്ല. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നു യേശുവിൻ്റെ സ്നേഹത്തെ.
നാം ഒരു ദിവസം അവനെ മുഖാമുഖം കാണുമ്പം അവൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളെ ഉരുക്കിക്കളയും. നാം എത്ര കുറച്ചാണ് അവനെ സ്നേഹിച്ചെന്ന് ഓർത്ത് നമ്മൾ ലജ്ജ കൊണ്ട് തല താഴ്ത്തും. അവൻ്റെ സ്നേഹത്തോട് നാം എത്ര കുറച്ചാണ് പ്രതികരിച്ചത്. നമ്മൾ ശരിക്കും ലജ്ജിക്കും. ഈ ഭൂമിയിൽ വെച്ച് വളരെ കണക്ക് കൂട്ടി എത്ര ഞാൻ ദൈവത്തിന് കൊടുക്കണം, ഞാൻ ഇത് ചെയ്യണോ, ഞാൻ അത് ചെയ്യണോ, ഓ കർത്താവെ ക്ഷമിക്കണം, ഞാൻ ഒരിക്കലും കണക്ക് കൂട്ടാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കുള്ളതെല്ലാം പൂർണ്ണമായിട്ടും നിൻ്റേതാണ്. നിങ്ങൾക്കങ്ങനെ കണക്ക് കൂട്ടാൻ കഴിയില്ല. ഒരു ഭാര്യയോ ഭർത്താവോ ചിന്തിക്കുകയാണ് എത്രമാത്രം ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടി ചെയ്യണം, ഞാൻ ഇത്രയും ചെയ്യണോ അതോ അത്രയും ചെയ്യണോ, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ. ഉദാഹരണത്തിന് നിങ്ങളുടെ ഭാര്യയ്ക്കോ ഭർത്താവിന് നിങ്ങൾ സമ്മാനം മേടിക്കാൻ പോകുന്നു. അവിടെയുള്ള ഏറ്റവും വില കുറഞ്ഞ വസ്തു നിങ്ങളുടെ ഭാര്യയ്ക്കോ ഭർത്താവിന് വേണ്ടി വാങ്ങിക്കുന്നു. എന്തൊരു ബന്ധമാണത്. ഇതുപോലാണ് നാം ദൈവത്തിന് കൊടുക്കുന്നത്. എത്ര വിലയില്ലാത്ത എനിക്ക് ദൈവത്തിന് കൊടുക്കാൻ കഴിയും. ഒരു കൊച്ചുകാര്യം ദൈവത്തിന് കൊടുത്തു. ഞാൻ പറയുന്നു, ഓ ഞാൻ ദൈവത്തിന് ഒരു കാര്യം കൊടുത്തു. നീ അവനെ സ്നേഹിക്കുന്നില്ല അല്പം പോലും. ഞാൻ ദൈവത്തോട് പറഞ്ഞു, അങ്ങയുടെ കൃപയാൽ ഞാൻ ഒരിക്കലും അങ്ങനെ ആകില്ല. ഞാനും എനിക്കുള്ളതെല്ലാം അങ്ങയുടേതാണ്. ഞാൻ പറയട്ടെ, ഞാൻ നേവിയിൽ ചെന്നപ്പോൾ എനിക്ക് വലിയ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. എൻ്റെ പിതാവ് ഞാൻ മിലിറ്ററി അക്കാഡമിയിൽ ചേരാൻ പോയപ്പം ഇപ്രകാരം പറഞ്ഞു, ഞാൻ ആഗ്രഹിക്കുന്നു നീ വിരമിക്കുന്ന നേവിയിലെ അഡ്മിറലായിട്ടായിരിക്കണം. അതുകൊണ്ട് ഞാൻ അധ്വാനിച്ച് പഠിച്ചു. ക്ലാസ്സിൽ ഒന്നാമതായി ഞാൻ മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ യേശു എൻ്റെ ഹൃദയത്തിൽ വന്നു. പെട്ടെന്ന് തന്നെ, അതിന് സമയമെടുത്തില്ല, എൻ്റെ ജീവിതത്തിലെ ലക്ഷ്യം പൂർണ്ണമായിട്ട് മാറി. എനിക്ക് മനസ്സിലായി, ഞാൻ പൂർണ്ണ ഹൃദയമുള്ള ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ എൻ്റെ ഭൂമിയിലുള്ള ആഗ്രഹങ്ങൾ എനിക്ക് വിട്ടുകളയേണ്ടി വരും. എനിക്കൊന്ന് തിരഞ്ഞെടുക്കണം. ഭൂമിയിലുള്ള എൻ്റെ ആഗ്രഹം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക. ഇതിലേതെങ്കിലും ഒന്ന്. നിങ്ങൾക്കറിയാമല്ലോ, യേശുവിന് വേണ്ടി ജീവിക്കണമെങ്കിൽ ചില കാര്യങ്ങളിൽ നമുക്ക് നിലപാടെടുക്കേണ്ടി വരും. ചില കാര്യങ്ങളിൽ എൻ്റെ മുതിർന്ന ഓഫീസർമാരോട് ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് എനിക്കിത് ചെയ്യാൻ കഴിയില്ലെന്ന് പറയേണ്ടി വരും. വർഷാവസാനം എൻ്റെ ജോലിയെ അപഗ്രഥിച്ചുകൊണ്ട് അവർ തരുന്ന റിപ്പോർട്ട് അത് ശരിയായിരിക്കുകയില്ല. ഒരു മോശം റിപ്പോർട്ടായിരിക്കും തരുന്നത്. ശരി, നിനക്ക് പ്രൊമോഷൻ കിട്ടത്തില്ലായിരിക്കും, കുഴപ്പമില്ല. ഞാനിപ്പം പ്രൊമോഷനായിട്ടല്ല ജീവിക്കുന്നത്, ഒരിക്കലും അങ്ങനെ ആയിരുന്നു. ഇനിയും അങ്ങനെയല്ല. കർത്താവിൻ്റെ ഒരു സാക്ഷിയാണോ അതേ ഉള്ളൂ. ദൈവം അവിടെ എനിക്ക് കൂടുതൽ ധൈര്യം തന്നപ്പോൾ ഞാൻ എൻ്റെ സ്കൂട്ടറിൽ ദൈവത്തിൻ്റെ വചനം രേഖപ്പെടുത്തി. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഓഫീസർമാരൊക്കെ അത് കണ്ടു. ഞാൻ തെരുവിലിറങ്ങി പ്രസംഗിക്കാൻ തുടങ്ങി. ആളുകൾ ചിന്തിച്ചു എനിക്ക് ഭ്രാന്താണെന്ന്. എനിക്കതൊരു വിഷയമല്ല. ഞാൻ യേശുവിനെ വളരെയധികം സ്നേഹിച്ചു. ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് ആളുകൾ എന്നെ കളിയാക്കുന്നെങ്കിൽ അത് കുഴപ്പമുള്ള കാര്യമല്ല. അങ്ങനെയായിരുന്നു എൻ്റെ ആരംഭ നാളുകൾ. ഞാൻ പറഞ്ഞു, കർത്താവ് എൻ്റെ ജോലി വിടണോ, ഞാൻ തയ്യാറാണ്, എന്നാൽ നീ വിളിച്ചെങ്കിലേ ഞാനത് ചെയ്യൂ. ഞാൻ വിശ്വസിക്കുന്നു, ദൈവം ഒരു മനുഷ്യനെ വിളിക്കാതെ ഒരാളും പൂർണ്ണസമയ ശുശ്രൂഷയ്ക്കായിട്ട് പോകുന്നത് നല്ലതല്ല. നമ്മൾ പൂർണ്ണസമയ സുവിശേഷ വേലയ്ക്ക് പോകുമ്പോൾ നാം ദൈവത്തിനൊരു ഉപകാരം ചെയ്യുകയല്ല. ചില ആളുകൾ ചിന്തിക്കുന്നു, കർത്താവേ ഞാൻ എൻ്റെ ജീവിതം നിനക്ക് തരുന്നു. നമ്മുടെ ജീവിതം ദൈവത്തിന് കൊടുത്തതിന് ദൈവം നമ്മളോട് നന്ദിയുള്ളവരായിരിക്കണമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. അത് കുപ്പയാണ്. ഒരു പട്ടാളക്കാരനായി നിങ്ങൾക്ക് ജോലി ചെയ്യണമെങ്കിൽ അവർ നിങ്ങളെ തിരഞ്ഞെടുക്കണം. നിങ്ങൾക്കൊരു കോളേജിൽ ചേരണമെങ്കിൽ ആ കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണം. നിങ്ങൾക്കൊരു പട്ടാളത്തിൽ ജോലി കിട്ടുകയാണെങ്കിൽ എനിക്കിവിടെ ജോലി ചെയ്യേണ്ട അവിടെ അല്ലെന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. അവരാണ് എല്ലാം തീരുമാനിക്കുന്നത്. അതുപോലെ ദൈവം പറയുകയാണ്, നീ ഒരു സുവിശേഷകനല്ല, നീ വചനം പഠിപ്പിക്കുന്നവനാണ്, നീ അതാണ് ചെയ്യേണ്ടത്. നിങ്ങൾ പറയുകയാണ്, ഇല്ലില്ല ഞാൻ ത്യാഗം സഹിച്ചൊരു സുവിശേഷകനാവും. അല്ല. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കി, എനിക്ക് ജോലി വിടാൻ കഴിയില്ല. ഞാൻ ദൈവത്തോട് നന്ദിയുള്ളവനാണ്. ദൈവം വിളിക്കുന്നതുവരെ ഞാൻ എൻ്റെ ജോലി വിട്ടുപോയില്ല. ഞാൻ നേവിയിലായിരുന്നപ്പം ദൈവം എന്നെ പല സാഹചര്യങ്ങളിലൂടെ പരീക്ഷിച്ചു. എൻ്റെ മനസ്സാക്ഷി ഒരു കാര്യം എന്നോട് പറയുമ്പം ഞാനവിടെ ദൈവത്തിന് വേണ്ടി നിലപാടുകൾ എടുക്കുമോ എന്ന്. ബഹുമാനത്തോടെ എൻ്റെ മുതിർന്ന ഓഫീസർമാർക്കെതിരെ നിലപാടുകൾ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള പല പല സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. ദൈവം എന്നെ പരിശോധിക്കുകയാണെന്ന് എനിക്ക് ആ സമയത്ത് അറിയില്ലായിരുന്നു. നിൻ്റെ യഥാർത്ഥ ആഗ്രഹം എന്താ? ഉദ്യോഗ കയറ്റം കിട്ടുന്നതാണോ, പ്രൊമോഷനോ, എന്നെ പ്രസാദിപ്പിക്കുന്നതോ? മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നത് എന്നെ പ്രസാദിക്കും. എപ്പോഴും അങ്ങനെയാണ്. നിൻ്റെ സ്വന്തം അന്വേഷിക്കുമോ അത് എന്നെ പ്രസാദിപ്പിക്കുമോ? അങ്ങനെ 3 കൊല്ലം ദൈവം എന്നെ പരിശോധിച്ചു. അങ്ങനെ ഒരു ദിവസം ദൈവം എന്നോട് പറഞ്ഞു, നീ ജോലി വിട്ടു വരിക. ദൈവവചനത്തിലൂടെ. യെശയ്യാവ് 49. ഞാൻ ഓർക്കുന്നുണ്ട്, ബംഗാരപ്പേട്ടിലുള്ള റെയിൽവേ സ്റ്റേഷൻ ഞാൻ ഇരിക്കുകയാണ്. പ്രസംഗിക്കാൻ വേണ്ടി അവധിയെടുത്ത് ഞാൻ യാത്ര ചെയ്യുകയാണ്. ഭക്സിനോടൊപ്പമുള്ള മീറ്റിങ്ങുകളാണ്. ഞാൻ തനിയായിരുന്നു വേദപുസ്തകം വായിക്കായിരുന്നു. ദൈവം എന്നോട് സംസാരിച്ചു. ആ ട്രെയിനിൽ വെച്ച് ഞാൻ അപ്പം തന്നെ തീരുമാനമെടുത്തു. ഞാനന്ന് ബാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്യുകയാണ്. എനിക്കറിയില്ലായിരുന്നു അവസാനം ഞാൻ ഇവിടെയാണോ ഒന്ന് താമസിക്കാൻ പോകുന്നതെന്ന്. അത് 1964 ഞാനന്ന് അവധിയിലായിരുന്നു. ഞാൻ തിരിച്ചു പോയി
കൊച്ചിൻ നേവൽ ബേസിൽ ഞാൻ ചെന്ന ഉടനെ തന്നെ എൻ്റെ മേശപ്പുറത്ത് നേവിയുടെ ഹെഡ് ഓഫീസിൽ നിന്നുള്ള ഒരു അപ്പോയിൻമെൻ്റ് ഓർഡർ ഇരിപ്പുണ്ടായിരുന്നു. അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കോഴ്സിന് വേണ്ടി, അത് നേവിയിലുള്ള ധാരാളം ആളുകൾ അതിനുവേണ്ടി ആഗ്രഹിക്കുന്നതാണ്. അതെനിക്ക് കിട്ടി. അത് യേശുവിനെ ഈ ലോകത്തിൻ്റെ മഹത്വം കാണിച്ച് അത് തരാമെന്ന് പിശാച് വാഗ്ദാനം ചെയ്ത പോലായിരുന്നു. ഇത് ഞാൻ നിനക്ക് തരാം. ഞാൻ പറഞ്ഞു വേണ്ട. അങ്ങനെ ഞാൻ എൻ്റെ മുതിർന്ന ഓഫീസറിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, സാറേ എനിക്കിത് വേണ്ട. അവൻ ചോദിച്ചു, നിനക്ക് ഭ്രാന്താണോ? നേവിയിലുള്ളവർ ഈ കോഴ്സ് ചെയ്യാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നു, നിനക്ക് കിട്ടിയിട്ട് നീ വെറുതെ വേണ്ടാന്ന് വെക്കുകയാണോ? ഞാൻ പറഞ്ഞു, നേവി വിടാനായിട്ട് ദൈവം എന്നെ വിളിച്ചിരിക്കുകയാണ്. എനിക്ക് ഭ്രാന്താണെന്ന് അവന് പൂർണ്ണമായിട്ടും മനസ്സിലായി. ഞാൻ അപ്പം തന്നെ എൻ്റെ രാജി എഴുതി സമർപ്പിച്ചു. നേവി ഹെഡ് ക്വാർട്ടേഴ്സ് അത് അംഗീകരിച്ചില്ല. അപ്പം ഞാൻ വല്ലാതെ നിരാശപ്പെട്ടു. ഞാൻ പറഞ്ഞു, കർത്താവേ നീ സർവശക്തനല്ലേ, എങ്ങനെയാണ് നേവി ഹെഡ് ഓഫീസ് നിരസിക്കുന്നത്? അപ്പോൾ ദൈവം എന്നെ ഓർമ്മപ്പെടുത്തി. ഇതാണ് ദൈവവചനം അറിയുന്നതിൻ്റെ ലാഭം. നിങ്ങളൊരാവശ്യത്തിലിരിക്കുമ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് നിങ്ങൾ വായിച്ചത് ദൈവം നിങ്ങളെ ഓർമ്മപ്പെടുത്തും. എന്നെ സേവിക്കാനായിട്ട് എൻ്റെ ജനത്തെ വിട്ടയക്കണമെന്ന് മോശ ഫറവോനോട് പറഞ്ഞത് ഞാൻ ഓർത്തു. ഫറവോൻ പറഞ്ഞു, ഇല്ല. ആരാണ് വലുത്, ഫറവോനോ ദൈവമോ? ദൈവം ചോദിച്ചു, മോശ എന്താ ചെയ്തത്? അവൻ തിരിച്ചു പോവുക. എന്നാൽ ദൈവം നേവിയുടെ മേൽ ബാധയൊന്നും അയച്ചില്ല. ബാധ അയച്ചിട്ടല്ല ദൈവം തിരിച്ചു പോകാൻ പറഞ്ഞു. തവളെ അതുപോലെ 10 പ്രാവശ്യം ബാധ, ഇങ്ങനെയൊന്നും അവിടെ സംഭവിച്ചില്ല. അങ്ങനെ ഞാൻ തിരിച്ചുപോയി. പിന്നെ അവർ പറഞ്ഞു പറ്റില്ല. പിന്നെയും ഞാൻ തിരിച്ചുപോയി. അവർ ചിന്തിച്ചു ഞാനൊരു ചാരനോ മറ്റോ ആണെന്ന്. കാരണം ഞാനിപ്പോൾ നേവിയുടെ ഉള്ളിലെ രഹസ്യങ്ങളെയൊക്കെ മനസ്സിലാക്കി. ഇപ്പോൾ ആ രഹസ്യങ്ങളുമായിട്ട് ഞാൻ മറ്റൊരു രാജ്യത്തേക്ക് പോകാനാണോ? അതുകൊണ്ട് എന്നെ നിരീക്ഷിക്കാനായിട്ട് അവർ CIDകളെ വിട്ടു. ഞാൻ പിന്നീടാണ് അത് മനസ്സിലാക്കുന്നത്. അവസാനം CID ഇങ്ങനെ റിപ്പോർട്ട് കൊടുത്തതാണ്, ഇവന് ചാരനൊന്നുമല്ല, ഇവന് ഭ്രാന്താണെന്ന് തോന്നുന്നു, ഇവൻ മതഭ്രാന്ത് പിടിച്ച ഒരുത്തനാണ്, അതുകൊണ്ട് ഇവനെ വിടുന്നതാണ് നമുക്ക് നല്ലത്. അങ്ങനെ അവിടുന്ന് വിരമിക്കാൻ എനിക്ക് കഴിഞ്ഞു. ഞാൻ രാജിവെച്ചതിന് ശേഷം 2 കൊല്ലം കഴിഞ്ഞ്. ഞാൻ ദൈവത്തോട് വളരെ നന്ദിയുള്ളവനാണ്. എൻ്റെ ബാങ്കിലുണ്ടായിരുന്ന എല്ലാം ഞാൻ കൊടുത്തു. 8 കൊല്ലം കൊണ്ട് ഞാൻ സമ്പാദിച്ചെല്ലാം ദൈവവേലയ്ക്കായിട്ട് ഞാൻ കൊടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ചെയ്യാനായിട്ട് ദൈവം എല്ലാവരോടും പറയുന്നില്ല. സുവിശേഷ ഭാഗങ്ങളിൽ ഒരു മനുഷ്യനോട് മാത്രമേ ദൈവം എല്ലാം വയ്ക്കാനായിട്ട് പറയുന്നുള്ളൂ. ധനികനായ ചെറുപ്പക്കാരനോട് മാത്രമാണ്. യേശു മറ്റൊരാളോട് പോലും അങ്ങനെ ചെയ്യാനായിട്ട് പറയുന്നില്ല. ചിലരോട് മാത്രമേ അങ്ങനെ ചെയ്യാനായിട്ട് പറയുന്നുള്ളൂ. സക്കായി തൻ്റെ സമ്പത്തിൻ്റെ പകുതി കൊടുത്തു. യേശു പറഞ്ഞു മതി. എന്നാൽ ധനികനായ ചെറുപ്പക്കാരനെല്ലാം കൊടുക്കണമായിരുന്നു. ലാസറും മാർത്തയും ഒന്നും കൊടുത്തില്ല. അവരുടെ വീട്ടിൽ അവർ താമസിച്ചു. ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. എൻ്റെ കാര്യത്തിൽ അവനെല്ലാം കൊടുക്കാനായിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, ഞാൻ കൊടുക്കുന്നു. ഞാനതെല്ലാം കൊടുത്തിട്ട് പോയി. കാരണം ആ സമയത്ത് ഞാൻ വിവാഹിതനായിരുന്നില്ല. വിവാഹം കഴിക്കാനായിട്ട് എനിക്ക് ഉദ്ദേശമില്ലായിരുന്നു. ഞാൻ ഇങ്ങനെയാണ് കർത്താവിനാളുടെ ശുശ്രൂഷ തുടങ്ങിയത്.